വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ വീഴ്ത്താനായി CPI കളത്തിലിറക്കിയിരിക്കുകയാണ് ആനി രാജയെ. വയനാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വയനാട് മണ്ഡലം ഉണ്ടായ കാലം തൊട്ട് തന്നെ UDFന്റെ കോട്ടയാണ് വയനാട് എന്ന് പറയുന്നത്. അധിക കാലമൊന്നുമായില്ല വയനാട് ലോക്സഭാ മണ്ഡലമായിട്ട്. 2009 വയനാട് ലോക്സഭാ മണ്ഡലമാകുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക്സഭാ മണ്ഡലമാണ് വയനാട് ലോക്സഭാ മണ്ഡലം എന്ന് പറയാം. ഇത് 4ാം തവണയാണ് തിരഞ്ഞെടുപ്പ് വരുന്നത്. ഇത്തവണ UDFന് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് എതിരാളിയായി കളത്തിലിറക്കിയിരിക്കുന്നത് CPIയുടെ കരുത്തയായ ഒരു സ്ഥാനാർത്ഥിയാണ്. അതൊരു വനിതാ സ്ഥാനാർത്ഥിയാണെന്ന് എടുത്തു പറയണം. ആനി രാജ കരുത്തയായൊരു സ്ഥാനാർത്ഥിയാണ്, രാഹുൽ ഗാന്ധിക്ക് പറ്റിയൊരു എതിരാളിയാണ് എന്ന് എടുത്തു പറയേണ്ടതാണ്. അത് പറയാനൊരു കാരണമുണ്ട്. കാരണം ദേശീയ തലത്തിൽ വലിയ രീതിയിൽ അറിയപ്പെടുന്ന ഒരു നേതാവ് തന്നെയാണ് ആനി രാജ. ഇന്ത്യ മുന്നണിയിലൊക്കെ വളരെ സജീവമാണ് ആനി രാജ. ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്ന എല്ലാ സമരത്തിലും മുൻപന്തിയിൽ ആനി രാജ ഉണ്ടായിരുന്നു. കർഷക സമരത്തിന്റെ മുന്നണിയിലും മണിപ്പൂർ കലാപത്തിനെതിരെ അവിടെ എത്തി സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ജനകീയ ഇടപെടലുകൾക്കും നേതൃത്വം നൽകുന്ന കരുത്തയായ ദേശീയ നേതാവാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരിയായ ആനി രാജ എന്ന് പറയുന്നത്. ഡൽഹിയിൽ ഗുണ്ടകളുടെയും പോലീസിന്റെയും അതിക്രൂരമായ മർദ്ദനമേൽക്കേണ്ടി വന്നപ്പോഴും മണിപ്പൂർ കലാപത്തിനെതിരെ പ്രതിഷേധിച്ചതിനെ തുടർന്ന് രാജ്യദ്രോഹിയായി മുദ്രകുത്തിയപ്പോഴും പതറാത്ത നേതാവാണ് ആനി രാജ. ജാർഖണ്ഡിൽ മാവോ തീവ്രവാദിയെന്ന് മുദ്രകുത്തിയപ്പോഴും JNU വിദ്യാർത്ഥിനിയായ മകൾ അപരാജിതയെ IS തീവ്രവാദി എന്ന് വിളിച്ച് ആക്ഷേപിച്ചപ്പോഴും പതറാതെ പോരാട്ടം മുന്നോട്ട് നയിച്ച നേതാവാണ് ആനി രാജ. ഇത്തരത്തിൽ എല്ലാ രാഷ്ട്രീയ പ്രശ്നങ്ങളിലും തന്റെ നിലപാട്, തന്റെ കരുത്താർന്ന നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വരുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് ആനി രാജ. അത്തരത്തിലൊരു നേതാവിനെ, ഒരു ദേശീയ നേതാവിനെ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിപ്പിക്കുന്നതിലൂടെ കോൺഗ്രസ് ഇവിടെ പ്രതിരോധത്തിലായിരിക്കുകയാണ്. വയനാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം CPIക്ക് വിജയസാധ്യത കുറഞ്ഞ ഒരു മണ്ഡലമാണ്. അത് മുൻപുള്ള ചരിത്രമൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ UDF അടക്കി വാഴുന്ന ഒരു കോട്ടയാണ് വയനാട് ലോക്സഭാ മണ്ഡലം എന്ന് തന്നെ പറയാം. എന്നാൽ അതേസമയം രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ, വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി വരികയാണെങ്കിൽ ഇവിടെ കോൺഗ്രസ് പ്രതിരോധത്തിലാകും എന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായിട്ടും CPIയുടെ ചോദ്യങ്ങൾക്കും അതുപോലെ തന്നെ BJPയുടെ പരിഹാസവും ഒക്കെ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ഏൽക്കേണ്ടി വരും. വയനാട് മണ്ഡലം ദേശീയ തലത്തിൽ ചർച്ചയായത് രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തി മത്സരിച്ച് വിജയിച്ച ശേഷമാണ്. വലിയ ഭൂരിപക്ഷത്തിൽ തന്നെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിജയം. വയനാട്ടിൽ തിരഞ്ഞെടുപ്പ് ആരംഭിച്ചതു മുതൽ 3 തവണയും CPI തന്നെയായിരുന്നു എതിരാളിയായി നിന്നിരുന്നത്. എന്നാൽ അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് കഴിഞ്ഞ 3 തവണയും UDF തന്നെയാണ് വയനാട് പിടിച്ചത്. ഇപ്പോഴിതാ 4ാം തിരഞ്ഞെടുപ്പ് വന്നെത്തിയിരിക്കുകയാണ്. വീണ്ടും രാഹുൽ ഗാന്ധി കളത്തിലിറങ്ങുമോ? അങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ എന്നോണം, അതിനെ നേരിടാൻ എന്നോണമാണ് ദേശീയ നേതാവ്, അതും ശക്തയായ ഒരു ദേശീയ നേതാവിനെ തന്നെ രാഹുൽ ഗാന്ധിക്ക് എതിരെ നിർത്താൻ CPI തീരുമാനിച്ചത്. 2009 ആദ്യത്തെ തിരഞ്ഞെടുപ്പ്. അന്ന് ഷാനവാസിനെതിരെ M റഹ്മത്തുള്ളയായിരുന്നു മത്സരിച്ചത്. എന്നാൽ 1,53,439 എന്ന ഭൂരിപക്ഷത്തിൽ ഷാനവാസ് തന്നെ വിജയം കൈവരിച്ചു. 2014 ഷാനവാസിനെതിരായി വന്നത് സത്യൻ മൊഗേരയാണ്. ഭൂരിപക്ഷം കുറവായിരുന്നാലും, അതായത് 20,870 എന്ന ഭൂരിപക്ഷത്തിലാണ് ഷാനവാസ് അന്ന് വിജയിച്ചത്. ഇത്തരത്തിൽ ഭൂരിപക്ഷം കുറഞ്ഞിരുന്നാൽ പോലും ഷാനവാസ് തന്നെയായിരുന്നു 2 തവണയും വിജയം കൈവരിച്ചത്. 2019 രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് എതിരാളിയായി നിന്നിരുന്നത് PP സുനീർ ആണ്. അന്ന് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ തന്നെ, അതും ഒരു ചരിത്ര വിജയമായിരുന്നു രാഹുൽ ഗാന്ധി നേടിയത്. 4,31,770 എന്ന ഭൂരിപക്ഷമായിരുന്നു രാഹുൽ ഗാന്ധി നേടിയത്. എന്നാൽ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ CPIയുടെ സ്ഥാനാർത്ഥിയായി ആനി രാജയെ പ്രഖ്യാപിച്ചതോടെ കോൺഗ്രസ് ഇവിടെ പ്രതിരോധത്തിലായിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം വയനാട് മണ്ഡലം എന്ന് പറയുന്നത് വളരെ സുരക്ഷിതമായൊരു മണ്ഡലമാണ്. രാഹുൽ ഗാന്ധി വയനാട് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള, അതായത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്തിയ അന്ന് തൊട്ട് ദേശീയ തലത്തിൽ ചർച്ചയാവുകയായിരുന്നു വയനാട് എന്ന ആ ഒരു ലോക്സഭാ മണ്ഡലം. പക്ഷേ ഇവിടെ ഉയർന്നു കേൾക്കുന്ന ചോദ്യം, അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ടത് ഇന്ത്യ മുന്നണിയുടെ സ്ഥാനം ഇതിൽ എവിടെയാണെന്നാണ്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ദേശീയ നേതാവാണ്. അതുപോലെ തന്നെ ആനി രാജ എന്ന് പറയുന്നതും ഒരു ദേശീയ നേതാവാണ്. മറ്റൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. CPIയുടെ കരുത്തയായ ഒരു വനിതാ നേതാവാണ് ആനി രാജ. അതുപോലെ തന്നെ UDF ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന ദേശീയ നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത്.
ഇവർ രണ്ടുപേർ നേർക്കുനേർ വരികയാണെങ്കിൽ, ഇവർ രണ്ടുപേരുമാണ് വയനാട്ടിൽ പോരിനിറങ്ങുന്നതെങ്കിൽ തീർച്ചയായും മത്സരം കടുക്കും. മാത്രമല്ല, മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ മുന്നണിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇരുവരും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. അതുകൊണ്ട് ദേശീയ തലത്തിൽ പല പാർട്ടികളും ഒന്നിച്ചു നിൽക്കുമ്പോഴും ഇവിടെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം തികച്ചും വ്യത്യസ്തമാണ്. ഇവിടെ ഒരു കാരണവശാലും ഇടതുമുന്നണിയും വലതുമുന്നണിയും ഒത്തുപോവില്ല, അല്ലെങ്കിൽ LDFും UDFും ഒരുമിച്ച് മുന്നോട്ട് പോവില്ല എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ്. അതുപോലെ തന്നെ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ഇനി മുന്നോട്ട് നേരിടേണ്ടി വരിക നിരവധി ചോദ്യങ്ങളാണ്. അതിനൊക്കെ തന്നെ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ കോൺഗ്രസ് മറുപടി പറയേണ്ടി വരും. BJPയെ ഭയമാണോ എന്ന തരത്തിലാണ് ഇതിനെയൊക്കെ വിലയിരുത്തുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി UDF കൈയടക്കി വെച്ചിരിക്കുന്ന വയനാട് ഇത്തവണയെങ്കിലും നേടേണ്ടത് CPIയുടെ ആവശ്യമായി മാറിയിരിക്കുകയാണ്. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാൻ CPI തയ്യാറാണ്. അതുകൊണ്ട് തന്നെയാണ് ആനി രാജയെ പോലെ ഒരു ദേശീയ നേതാവിനെ കളത്തിലിറക്കുന്നത്. കാരണം രാഹുൽ ഗാന്ധി ദേശീയ നേതാവായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നേരിടണമെങ്കിൽ അത്രത്തോളം പ്രാധാന്യമുള്ള, അത്രത്തോളം ദേശീയ തലത്തിൽ തന്നെ CPIയുടെ മുഖമായി നിൽക്കുന്ന ഒരു നേതാവിനെ വേണം എന്നുള്ളത് CPIയുടെ തന്നെ ആവശ്യമാണ്. മാത്രമല്ല, പ്രത്യേകിച്ച് എല്ലാ വിഷയങ്ങളിലും, എല്ലാ രാഷ്ട്രീയ വിഷയങ്ങളിലും തന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വരുന്ന ഒരു വനിതാ നേതാവ് എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. അത്തരത്തിലൊരു വനിതാ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസിനെ അത് ഒരു കുരുക്കിലാക്കുന്ന തരത്തിലാണ് വിലയിരുത്താൻ സാധിക്കുക. എന്നാൽ അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് മത്സരിക്കില്ല എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. അദ്ദേഹം മറ്റേതെങ്കിലും 2 സംസ്ഥാനങ്ങളിൽ നിന്ന് മത്സരിക്കാനാണ് സാധ്യത എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു. അത് കർണാടകയിലോ അല്ലെങ്കിൽ തെലങ്കാനയിലോ നിന്ന് മത്സരിക്കാനാണ് സാധ്യത എന്നായിരുന്നു പറഞ്ഞു കേട്ടിരുന്നത്. എന്നാൽ അതിനു പുറമെ ഉത്തർപ്രദേശിലെ ഏതെങ്കിലും ഒരു സീറ്റിൽ നിന്ന് രാഹുൽ ഗാന്ധി ജനവിധി തേടിയേക്കും എന്ന വാർത്തകളും സജീവമായിരുന്നു. എന്തായാലും CPIയും അതുപോലെ തന്നെ ആനി രാജയും ഇത്തവണ രണ്ടും കൽപ്പിച്ചാണ് പോർക്കളത്തിലേക്ക് ഇറങ്ങാൻ ഒരുങ്ങുന്നത്. വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ആനി രാജ സംസാരിക്കുന്നത്. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം താൻ നിറവേറ്റുമെന്നും അതുപോലെ തന്നെ ജയിക്കാൻ വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നതെന്നും ആനി രാജ വളരെ ശക്തമായി തന്നെ തന്റെ നിലപാട് പറയുന്നുണ്ട്.